പക്ഷെ അവിടുന്ന് നേരിട്ടത് വളരെ മോശപ്പെട്ട അനുഭവം തന്നെയാണ്. സംഘടകരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനത് ആ ഒരു സംഭവം കഴിഞ്ഞ് ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് എൻ്റെ കമ്മ്യൂണിറ്റി വേണ്ടി 2 ആൾക്കാർ ഓടി വന്ന് പറഞ്ഞു, ഞങ്ങളോടും പറഞ്ഞു പോകാൻ പറഞ്ഞു എന്ന്. ആട്ടി ഓടിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. അത് വളരെ ഒരു മോശപ്പെട്ട പരിപാടി തന്നെയാണ്. കമ്മിറ്റിക്കാരോട് അതുമായി ബന്ധപ്പെട്ട് ആരോടും സംസാരിച്ചില്ല? ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ സെക്കൻഡ് ഡേ എന്നെ കണ്ടപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, സോറി മാഡം, ഞങ്ങൾ അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമാവുന്നത്, ഇത്ര വൈറലാവുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സോറി. വൈഫ് പറഞ്ഞപ്പോൾ ഒരുപാട് ചീത്ത പറഞ്ഞു, സോറി ഇട്ടെന്ന് പറഞ്ഞ് അങ്ങനെ മാപ്പൊക്കെ ചോദിച്ചു അവര്. അപ്പൊ തന്നെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഒരാള് വരുന്നുണ്ട്. അപ്പൊ വന്നിട്ട് അത് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അടുത്ത ദിവസം അത് വിവാദമായി. സംഭവം ഞങ്ങള് അത് മലയാളി അല്ല ആള്. ഒന്നാമത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ലെഹങ്ക ഇട്ടിട്ടായിരുന്നു. അപ്പൊ ഞാൻ നടക്കുന്ന സമയത്ത് ഇയാൾ നടക്കുമ്പോൾ ഞാൻ പുറകിലൊക്കെ ഇങ്ങനെ വീഴാൻ പോവുകയാണ്. ലെഹങ്കയിൽ ചവിട്ടി കുറേ വട്ടം പറഞ്ഞു കേട്ടാ ചവിട്ടല്ല. അപ്പോൾ ഏട്ടന് ഫോട്ടോ എടുത്തത് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. ആശയം ഞാൻ അയാൾ പോകുന്നില്ല. പിന്നാലെ വന്നിട്ട് ആള് കാണുമ്പോൾ എന്താ വെച്ചാൽ ആൾക്ക് നമ്മൾ അറിയില്ല, ബട്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കുമ്പോൾ ആളുടെ നമ്മൾ വേറെ എന്തോ ആണെന്ന് അത് 2-3 എടുത്ത് പിന്നെ ആള് കഴിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ നടന്നു ദേഹത്ത് മുട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലായി. പിന്നെ ആരായാലും അങ്ങനെ പ്രതികരിക്കുള്ളൂ. അതിന് കുറെ ആൾക്കാർ ട്രോൾ എല്ലാം ചെയ്യുന്നത്. അത് ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഞാൻ എന്റെ ചേട്ടൻ ചവിട്ടല്ലേ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തിട്ട് പിന്നെ അയാളോട് ഓക്കെ ശരിയാക്കിട്ട് പൊക്കോളൂ. അപ്പൊ അയാൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടാ പോകുന്ന ഓക്കെ ഇപ്പം കൊറ്റകുളങ്ങരുടെ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു. ഞാൻ പറയുന്നത് സ്വന്തം മതത്തിൽ നിന്നുള്ളൊരു എതിർപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. എന്റെ മതത്തിൽ അങ്ങനെ വലിയൊരു എതിർപ്പൊന്നും എനിക്ക് നേരിട്ട് വന്നിട്ടില്ല. പിന്നെ ഓൺലൈൻ ട്രോളന്മാരാണ് മെയിൻ. ട്രോളന്മാരാണ് ഇത് ട്രോളന്മാരാണ് വർഗീയതയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാനൊരു പൊട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു അമ്പലത്തിൽ പോയാലോ എൻ്റെ ഈമാനോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന മതമോ അല്ലെങ്കിൽ ദൈവമോ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ ബാക്ക് ടു നോർമൽ. ഞാൻ വീണ്ടും വീട്ടിലേക്ക് എൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് പൊട്ടിടണമെങ്കിൽ ഞാൻ പൊട്ടിടും. ഇപ്പോൾ ഓൾറെഡി ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ വരുന്നത് അറിയാലോ. അപ്പോൾ അവിടെ ആ ഷൂട്ടിന് അത് നിർബന്ധമായതുകൊണ്ട് ഞാനത് വെച്ചു. അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ ഖുർആൻ വെക്കുന്ന വ്യക്തിയാണ് ഞാൻ. പാചകം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദിക്ർ ചെല്ലുന്ന വ്യക്തിയാണ്, നിസ്കരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നോമ്പ് നിൽക്കുന്ന വ്യക്തിയാണ്. അന്ന് അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ നോമ്പ് എടുത്ത് തന്നെ പോയത്. കാരണം വ്രതം മുറിച്ചതിന് ശേഷം 2 മണിക്ക് അവിടെ എത്തുന്നത്, പുലർച്ചെ 2 മണിക്ക്. അപ്പം അത് ഞാനും പടച്ചവനും തമ്മിലുള്ള ഒരു ഇതാണ്. ഞാൻ നാട്ടുകാർക്കോ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ലോ ഞാൻ ഞാൻ ചെയ്യുന്നത് എനിക്ക് നന്മക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്കും പടച്ചവന് അറിയാം ഞാൻ എന്താണ് അല്ലെങ്കിൽ ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് അല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള എന്ത് പറയുന്നത്. ഞങ്ങൾ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ മതമോ അല്ലെങ്കിൽ എൻ്റെ മഹലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. സപ്പോർട്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുവരെ അങ്ങനെ പ്രശ്നമുള്ള രീതിയിലൊന്നും വന്നില്ല. പിന്നെ ട്രോളന്മാരെടുത്ത് അങ്ങ് ട്രോളുമ്പോൾ വലിയ ഹൈപ്പ് കൊടുത്ത് ട്രോളുന്നതാണ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫാമിലീസ് ഇതൊക്കെ കാണുമ്പോൾ ഫാമിലി ഉണ്ടല്ലോ, അച്ഛൻ അമ്മ ഒക്കെയുള്ള അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഈ അമ്പലത്തിന്റെ വിഷയം വന്ന സമയത്ത് ഉമ്മ വിളിച്ച് പറഞ്ഞു, നീ എന്തിനാ നോമ്പ് സമയത്ത് പോയത്? അഫ്കോഴ്സ് ഞങ്ങൾ മലപ്പുറക്കാരാണ്, പ്രത്യേകിച്ച് മുസ്ലിംസ് ആണ്. അഫ്കോഴ്സ് എന്തായാലും പറയുമല്ലോ, അവരെന്തായാലും പറയുമല്ലോ. അപ്പൊ ഉമ്മ വിളിച്ച് പറഞ്ഞു, നീ എന്തിനാ പോയത്, ഈ നോമ്പിന്റെ സമയത്ത് നീ പോകണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ ഒരുക്കാൻ വേണ്ടി പോയതാണ്, അപ്പൊ എനിക്ക് ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ചു ഞാൻ പോയി കണ്ടതാണ്, അത്ര മാത്രം. അത്ര ഇപ്പം സർജറി ഒക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി പറയാറുണ്ട്. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾ ട്രാൻസ് വുമൻസിനെ ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അത് എൻ്റെ പേടി മാറ്റി തന്നത് നാദ്രയാണ്. നാദ്രയൊക്കെ ഞാൻ ഭയങ്കര സുഹൃത്താണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് 2 തരത്തിൽ സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡൗൺ സർജറിയും ചില ആൾക്കാർ ഡൗൺ സർജറി ചെയ്യില്ല. അപ്പം അതുമായി ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ ഞാൻ കമന്റ്സ് ഒക്കെ നോക്കിയ സമയത്ത് ഈ അപ്പ് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എന്ത് പേരിട്ട് വിളിക്കും? ഭയങ്കര മോശമായിട്ട് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെന്താണ്? അപ്പ് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്യാതെ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ എന്താ പറയുക? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ നടക്കുന്നത്? ഉള്ളിൽ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഗേൾസിന് ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഡൗൺ സർജറി ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ
സർജറി ചെയ്യണോ അതല്ലെങ്കിൽ ഞാൻ ഒരു സർജറി ചെയ്യേണ്ട സ്ത്രീവേഷം അല്ലെങ്കിൽ പെണ്ണായിട്ട് നടക്കണോ എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.